ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നേരം വെളുത്തിട്ടും മഹിയെ കാണാതെ വന്നതും അവൻ പോയെന്നോർത്ത് അവൾക്ക് നേരിയൊരു ആശ്വാസം തോന്നി. ഇന്നുകൂടെ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ചതും ആര് വേഗം ബെഡിൽ നിന്ന് എണീറ്റ് വേഗം റൂമിന്റെ വാതിൽ തുറന്ന് ചുറ്റും നോക്കി. മഹി എവിടെയും ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആര് ചാരി വെച്ച മുൻവാതിൽ തുറന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങിയതും ആര് സിറ്റൗട്ടിന്റെ സിഗരറ്റും വലിച്ചിരിക്കുന്ന മഹിയെ കണ്ട് ഞെട്ടി. ഇതേസമയം പമ്മി പുറത്തേക്ക് ഇറങ്ങി വന്ന ആരുവിനെ കണ്ട കാര്യം മനസ്സിലായ മഹി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി ഇരുന്നിടത്ത് എണീറ്റതും ആര് വേഗം പോയി റൂമിൽ കയറി ഡോറടച്ചു. മഹി ആരുവിന് ഭക്ഷണം കൊണ്ടു കൊടുത്തുവെങ്കിലും ആര് വാശിയിലൊന്നും കഴിക്കാതിരുന്നു. അന്ന് വൈകിട്ടോടെ ഷാരോൺ വീട്ടിലെത്തിയതും അവൻ ആരുവിനെ കാണാതെ മാലതിയോട് ചോദിച്ചതും അവർ കുറച്ചു മുമ്പ് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച കള്ളങ്ങൾ അതുപോലെ ഷാരോണിനോട് പറഞ്ഞ് അവൻ അടക്കി നിർത്തി. ഇന്നാണ് വിവാഹ ദിവസം. ആരുവിനത് ആലോചിക്കും തോറും ദേഷ്യവും സങ്കടവും ആരോടൊക്കെയുള്ള പകയും വിദ്വേഷമൊക്കെ തോന്നി. കരഞ്ഞ് അവളുടെ കണ്ണുകൾ പറ്റിയിരുന്നു. ഡോറിൽ തുടരെയുള്ള മുട്ടുകെടുത്തും ആര് മുഖം അമർത്തി തുടച്ചു പോയി ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ആര് സംശയത്തിൽ ആ പെണ്ണിനെ നോക്കിയതും അവരാരുവിനെ നോക്കി ചിരിക്കുകയും കയ്യിലുള്ള ബോക്സും കവറുകളും ഒക്കെയായി റൂമിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ സാറ് പറഞ്ഞിട്ട് മാഡത്തിന് ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യനാണ്. ആ പെൺകുട്ടി ആരുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞതും ആര് നിർവികാരതയോടെ ആ പെൺകുട്ടിയെ നോക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. മഹി തന്നോട് പറഞ്ഞതോർത്ത് പേടി തോന്നി ആ പെൺകുട്ടി ബെഡിലിരുന്ന കവർ ആരുവിന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് മടിച്ചു നിൽക്കുന്ന ആരുവിനെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. കുളിച്ച് ഫ്രഷായി കഴിഞ്ഞതും ആര് സാരിയും ബ്ലൗസും മണ്ടർ സ്കാർട്ടും ഇട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നതും ആ പെൺകുട്ടി ആരുവിന്റെ നീളമുള്ള മുടി തോർത്തുകൊണ്ട് നന്നായി തുടച്ച് കെട്ടിവെച്ച് ഡാർക്ക് ഗ്രീൻ കളറുള്ള സോഫ്റ്റ് സിൽക്ക് സാരി വൃത്തിയിൽ ചെറുതായി ഞെറിഞ്ഞ് ആരുവിനെ ഉടുപ്പിച്ച് മുഖത്ത് ചെറിയ രീതിയിൽ മേക്കപ്പ് ഇട്ട് കൊടുത്ത് കണ്ണ് നന്നായി കട്ടിയിൽ എഴുതി കൊടുത്ത് മുടി നന്നായി ഉണക്കി വൃത്തിയിൽ മെടഞ്ഞ് മുല്ലപ്പൂ വെച്ചു കൊടുത്തു. ആ പെൺകുട്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ ആര് ഏതോ ലോകത്തെന്ന പോലെ നിർവികാരമായിരുന്നു. ആരുവിനെ കണ്ട ആ പെൺകുട്ടിക്ക് അവളോട് പാവം തോന്നിയെങ്കിലും തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നോർത്ത് ആ പെൺകുട്ടി ഒന്ന് നിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും വേണ്ട. ആ പെൺകുട്ടി വലിയൊരു ജ്വല്ലറി ബോക്സ് എടുത്ത് അതിലെ ആഭരണങ്ങളെല്ലാം ആരുവിന് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതും ആരും ആ പെൺകുട്ടിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ് സാറ് മുഴുവൻ ധരിക്കാൻ പ്രത്യേകം പറഞ്ഞതാ. ആ പെൺകുട്ടി ദയനീയതയോടെ പറഞ്ഞത് കേട്ട് ആരുവിനെ ഒന്നും പറയാതിരുന്നു. ആ പെൺകുട്ടി ബോക്സിലുള്ള മുഴുവൻ സ്വർണവും ആരുവിനെ ധരിപ്പിച്ചു. തൻ്റെ ജോലി തീർത്ത് ആ പെൺകുട്ടി പോയതും ആര് തന്നെ സ്വയം ഒന്ന് നോക്കിയതും അവളുടെ ചുണ്ടിൽ പുച്ഛം കലർന്നൊരു ചിരി വിരുന്നു. തൻ്റെ പിന്നിൽ കാലടി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ആര് കാണുന്നത് തന്നെ താഴെ തടവി തന്നെ ഒളിഞ്ഞു നോക്കുന്ന മഹിയാണ്. അവൻ്റെ നോട്ടം കണ്ടതും ആര് ദേഷ്യത്തിൽ അവനൊന്ന് നോക്കി. ദേ പെണ്ണെ, നീ ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ, കെട്ടുകഴിഞ്ഞ് നടത്താൻ വെച്ച് നമ്മുടെ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നടത്തും. ആരുവിനെ പിടിച്ചു വലിച്ച് തന്നെ നെഞ്ചിലേക്കിട്ട് ഇറുകപ്പുണന്ന് ആരുവിൻ്റെ അതിരങ്ങളൊന്ന് കടിച്ചു നുണഞ്ഞു വിട്ടുകൊണ്ട് മഹി പറഞ്ഞു. മഹി പറഞ്ഞത് കേട്ടതും ആര് വെറുപ്പോടെ അവനിൽ നിന്നും മുഖം തിരിച്ച് കുതറി മാറി. ഇനി നീ മോങ്ങാൻ നിന്നാലുണ്ടല്ലോ, എൻ്റെ കയ്യിൽ നീ നല്ലത് മേടിക്കും. അതുകൊണ്ട് ആ കണ്ണ് തുടച്ച് മര്യാദയ്ക്ക് നല്ല കുട്ടിയായി എൻ്റെ കൂടെ വാ. ആരുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് മഹി ദേഷ്യത്തിൽ പറഞ്ഞതും ആര് കണ്ണുകളൊപ്പി അവൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ എടുത്തു വെക്കണോ? ജീപ്പിൽ കയറാൻ മടിച്ചു നിൽക്കുന്ന ആരുവിനെ നോക്കി മഹി കാലിപ്പിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചതും ആരും ഒന്ന് മടിച്ചാണെങ്കിലും കോർട്ടറേറ്റ് സീറ്റിലേക്ക് കയറിയിരുന്നു. ദയവ് ചെയ്ത് എന്നെ വിട്ടൂടെ, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. സോറി ഡിയർ, നഷ്ടക്കച്ചവടത്തിന് ഈ യക്ഷിത് മഹാദേവ് നിൽക്കാറില്ല. ആരവനെ നോക്കി നാവ് കൊണ്ട് ഉൾക്കവൾ തലോടി മഹി പറഞ്ഞതും ആര് നിറഞ്ഞ കണ്ണുകളാൽ പുറത്തേക്ക് നോക്കിയിരുന്നു. ക്ഷേത്രത്തിന് മുമ്പിൽ ടെൻഷനോടെ നിൽക്കുകയാണ് ജയനും മാലതിയും. കാരണം മഹി എത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവരെ കാണാതെ തന്നെയായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ടെൻഷനും കണ്ട് ഷാരോണിനുള്ളിൽ സംശയം തലപൊക്കിയെങ്കിലും തൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ എത്തിയത് കൊണ്ട് അതിന് മുതിർന്നില്ല. പിന്നെ ചോദിച്ചാലും സത്യം പറയില്ലെന്ന് അവനറിയാം. ഇതേസമയം ശ്രേയയുടെ കണ്ണുകൾ വിവാഹവേഷത്തിൽ നിൽക്കുന്ന ദേവനിലായിരുന്നു. അവൻ തന്നെ ഇതുവരെയായിട്ടൊന്ന് നോക്കിയിട്ട് പോലുമില്ലെന്ന് കണ്ടതും ശ്രേയക്ക് ദേവനോട് ദേഷ്യം തോന്നിയെങ്കിലും കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞാൽ ദേവൻ തനിക്ക് സ്വന്തമാണെന്ന് ആലോചിച്ചതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ ആ സന്തോഷങ്ങൾക്ക് അല്പായുസെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മഹിയുടെ താറ് ക്ഷേത്രമുറ്റത്ത് വന്നു നിന്നതും ജയനും മാലതിക്കും ആശ്വാസം തോന്നി. അല്പം കഴിഞ്ഞ് കോടറി സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആരുവിനെ കണ്ട് മാലതി ഞെട്ടി. അവളെടുത്ത വില കൂടിയ സാരിയും അവളുടെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെ കണ്ടതും അവളുടെ കണ്ണുകൾ വിരുന്നു. ഒപ്പം ഇതിന്റെ പകുതി പോലും ശ്രേയയുടെയും ദേവുവിന്റെയും ദേഹത്തില്ലെന്ന് ആലോചിച്ചതും അവളുടെ മുഖം മങ്ങി. മോളെ, മാലതി വേഗം ഓടിപ്പോയി കപട സ്നേഹത്തിൽ ആരുവിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. മാലതിയുടെ ആളുകളെ കാണിക്കാനുള്ള കപട സ്നേഹം കണ്ട് ആരുവിന്റെ ചുണ്ടുകളിൽ പൂച്ച നിറഞ്ഞു.
ഒപ്പം എന്തിനാണ് തന്നെ ആ ചെകുത്താന് വിറ്റതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഒരക്ഷരം ഉരിയാടാൻ പറ്റാതെ മരവിപ്പോട് ആര് തന്നു. മോള് വാ, മുഹൂർത്തത്തിന് സമയായി. മാലതി അതും പറഞ്ഞ് ആരുവിന്റെ കൈ പിടിച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു. കിഴക്ക് അവർ പതിയെ ആരുവിന്റെ കയ്യിൽ കിടന്നതിൽ നിന്ന് 2 വള ഊരിയെടുക്കാൻ നോക്കിയെങ്കിലും ആരുവിന്റെ തറപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. അല്ല മാലതി, ഈ കൊച്ചിന്റെ അമ്മ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞതില്ലേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഇതിനെ കെട്ട് നടത്തണമായിരുന്നു. ബന്ധുക്കളിലുള്ള ഒരു സ്ത്രീ മാലതിയോട് ചോദിച്ചതും മാലതിയുടെ മുഖം ഇരുന്നു. എന്നാൽ തന്റെ മാതാപിതാക്കളെ കുറിച്ച് ആലോചിച്ചതും ആരുവിന്റെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും മഹിയെ പേടിച്ച് അവൾ കണ്ണുകൾ വേഗം ഒപ്പി. മരിച്ചു പോയവരൊക്കെ അങ്ങ് പോയി, ഇനി അതും പറഞ്ഞ് ഈ കൊച്ചിന്റെ ഭാവി ഇല്ലാതാക്കണോ? ഇപ്പൊ തന്നെ നല്ലൊരു ബന്ധാ വന്നത്, അതുകൊണ്ടാ നടത്താന്ന് വെച്ചത്. മാലതി പറഞ്ഞത് കേട്ട് ആരവരൊന്ന് നോക്കി, പിന്നെ സ്വയം ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ നിറഞ്ഞു നിന്നത് അവളുടെ വേദനയായിരുന്നു. മാലതിയുടെ കൂടെ സർവാഭരണ വിഭൂഷിയായി നടന്നു വരുന്ന ആരുവിനെ കണ്ടതും അതുവരെ ചിരിയോടെ നിന്ന ശ്രേയയുടെ മുഖം മങ്ങി. ഒപ്പം അസൂയയും കുശുമ്പും കൊണ്ട് വീർത്തു. ദേവന്റെയും ആരുവിന്റെയും വാടിയ മുഖം കണ്ട് ദേവനും മനസ്സിൽ കുറ്റബോധം തോന്നിയെങ്കിലും തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചതും തൻ്റെ കാര്യത്തിൽ അവളും സ്വാർത്ഥിയായി മാറിയിരുന്നു. എന്നാൽ ഇതേ സമയം ആരുവിനെ കണ്ടത് ദേവന്റെ മുഖം വിട്ടുന്നു. വിവാഹവേഷത്തിൽ വരുന്ന ആരുവിനെ കണ്ട് ഷാരോൺ ഞെട്ടിലൂടെ അവളെ നോക്കി നിന്നു. അമ്മേ, എന്താ ഇത്? ഷാരോൺ വിവാഹവേഷത്തിൽ നിൽക്കുന്ന ആരുവിനെ കണ്ട് മാലതിയുടെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് മാലതിയോട് ചോദിച്ചു. നിങ്ങളുടെ മാത്രമല്ല, ഇനി ഇവളുടെ വിവാഹം കൂടിയുണ്ട്. നിനക്ക് ദേവികയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ മാറി നിൽക്ക്. അത് പറഞ്ഞ് ഷാരോണിനെ തട്ടിമാറ്റി മാലതി ആരുവിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നതും ഷാരോൺ ദയനീയമായി ആരുവിനെ നോക്കി. അവൾ അവനായി ഒരു വരണ്ട പുഞ്ചിരി നൽകി മാലതിയുടെ കൂടെ ക്ഷേത്രനടയിലേക്ക് പോയി. തൻ്റെ വാലുകൾക്കൊപ്പം കസവ് കരയുള്ള വെള്ളമുണ്ടും മേൽമുണ്ടും ധരിച്ച് താടി ഒഴിഞ്ഞുകൊണ്ട് വരുന്ന മഹിയെ കണ്ട് ദേവൻ ഞെട്ടിയെങ്കിലും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ദേവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ദേവനെ കണ്ടത് മഹി പൂച്ചത്തോടെ ചുണ്ടുകൾ കൂട്ടി. മഹിയുടെ പൂച്ചം കണ്ട് ദേവന് ദേഷ്യം വന്നെങ്കിലും ഒരു നിമിഷം ദേവുവിൻ്റെ മുഖവും ജഗന്നാഥന്റെ വാക്കുകളും മനസ്സിൽ തെളിഞ്ഞതും ദേവൻ പൊന്തി വന്ന ദേഷ്യത്തെ സ്വയം നിയന്ത്രിച്ചു. ഭഗവാന് മുമ്പിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ ആരുവിനെ എങ്ങനെയെങ്കിലും തൻ്റെ വിവാഹം മുടങ്ങണമെന്ന പ്രാർത്ഥനയായിരുന്നുള്ളൂ. താലികെട്ടിന്റെ സമയമായതും എല്ലാവരും ഭഗവാന് മുന്നിലായി ക്ഷേത്രനടയിൽ വന്നു നിന്നതും ആരുവിന്റെ കണ്ണുകൾ ഒരു നിമിഷം ശ്രേയയുടെ അടുത്ത് നിൽക്കുന്ന ദേവനിൽ എത്തി നിന്നതും അവളിൽ നോവ് നിറഞ്ഞു. തന്നെ ആരോ നോക്കുന്നത് പോലെ തോന്നി മുഖമുയർത്തി നോക്കി ആര് കാണുന്നത് അവളെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന മഹിയാണ്. മഹിയുടെ നോട്ടം കണ്ടതും ആര് വേഗം മുഖം പിടിച്ചു. താലികെട്ടിന് സമയമായതും പൂജാരി പൂജിച്ച് താലി കൊണ്ടുവന്ന് 3 പേരുടെയും കയ്യിൽ കൊടുത്തു. ദേവൻ കയ്യിലുള്ള താലി മുറുകെ പിടിച്ച് ആരുവിനെ നോക്കിയതും അപ്പോഴേക്കും അവളുടെ കഴുത്തിൽ മഹിയുടെ താലി വീണിരുന്നു. ദേവൻ നിരാശയോടെ ആരുവിനെ നോക്കി മനസ്സിൽ പലതും ഊട്ടിയുറപ്പിച്ച് മനസ്സില്ലാ മനസ്സോടെ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടിയതും ശ്രേയയുടെ ചുണ്ടിൽ ആരുവിനെ ഓർത്തൊരു വിജയച്ചിരി വിരിഞ്ഞു. ആരുവിന്റെ കഴുത്തിൽ മഹി തന്റെ കയ്യിലുള്ള താലി മുറുക്കി കെട്ടിയതും അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ മഹിയുടെ പുറം കൈയിലേക്ക് വീണതും മഹി അവളിൽ നിന്ന് രൂക്ഷമായി നോക്കി തട്ടിൽ നിന്ന് സിന്ദൂരെടുത്ത് ആരുവിന്റെ സീമന്തരേഖയെ കട്ടിയിൽ ചുവപ്പിച്ചു. അവിടെയുള്ള ആരെയും വകവെക്കാതെ മഹി ആരുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചതും ആരുവിന്റെ പിടുത്തത്തിൽ നിന്ന് കുതിരാൻ പോലും പറ്റാതെ ഇഷ്ടക്കേടോടെ കണ്ണുകൾ ഇറുകിയടച്ചു നിന്നു. ഇത് കണ്ട ദേവനുള്ളിൽ നഷ്ടബോധം തോന്നിയെങ്കിലും ആരുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മഹിയെ കണ്ട് അവൻ വേഗം അവരിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. ശ്രേയക്കും മാലതിക്കും ഈ കാഴ്ച ഉള്ളിൽ കുശുമ്പ് നിറച്ചെങ്കിലും ഷാരോണിന്റെയും ദേവുവിന്റെയും മുഖത്ത് ആശ്വാസമായിരുന്നു നിറഞ്ഞു നിന്നത്. മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കോളൂ. ബാക്കി ചടങ്ങൊക്കെ കഴിഞ്ഞതും ആരുടെയും അനുഗ്രഹം വാങ്ങാൻ നിൽക്കാതെ ആരുവിനെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മഹിയെ നോക്കി തിരുവേനി പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാലതിയെയും ജയനെയും നോക്കി പൂച്ചത്തോടെ മഹി പറഞ്ഞതും അത്രയും ആളുകൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ജയനും മാലതിയും വിളറിയ പോലെ നിന്നു. എന്നാൽ മഹിയുടെ വാലുകൾ അവൻ പറഞ്ഞത് കേട്ട് അവനെ കണ്ണിലിട്ട് നോക്കിയെങ്കിലും അവനിതൊന്നും തന്നെ ബാധിക്കില്ലെന്ന രീതിയിൽ തന്നെ താലി ഉയർത്തി പിടിച്ചിരുന്നു. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്നതേ ഒരു ചടങ്ങ് കൂടിയാണ്. മഹിയുടെ നിൽപ്പ് കണ്ട് തിരുവേനി പറഞ്ഞു. എന്തനുഗ്രഹത്തിന്റെ പേരിലാണെങ്കിലും ശരി, ആരുടെയും കാലിൽ വീഴാനൊന്നും എന്നെ കേട്ടില്ല. എനിക്ക് കിട്ടാത്ത അനുഗ്രഹം എൻ്റെ ഭാര്യയ്ക്കും വേണ്ട. മഹിയുടെ ഇടഞ്ഞുള്ള നിൽപ്പ് കണ്ട് തിരുമേനി പിന്നെ അവനെ നിർബന്ധിക്കാതെ ആരുവിന്റെ അടുത്തേക്ക് പോയി. ദീർഘസുമംഗലി ഭാവ. ആരുവിന്റെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. ബാക്കിയുള്ള വധൂവരന്മാരോട് തൊഴുതു വരുവാൻ പറഞ്ഞ് അവിടുന്ന് അവൻ പോയി. തൊഴാൻ പോകാൻ മടിച്ചു നിൽക്കുന്ന മഹിയെ അവന്റെ വാലുകൾ നിർബന്ധിച്ച് തൊഴാൻ പെട്ടു. ഭഗവാന് മുമ്പിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ ഈ പ്രാവശ്യം ആരുവിന് മനസ്സ് ശൂന്യമായിരുന്നു. വീഴ്ച നിൽക്കാതെ വല്ലതും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ.
മഹി പറഞ്ഞത് കേട്ട് ആരുവിന്റെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞുവെങ്കിലും ആറവുമാട് എന്ത് പ്രാർത്ഥിക്കാനാണെന്ന് മഹി പറഞ്ഞത് കേട്ട് ആര് സ്വയം പറഞ്ഞു. തൊഴുതിറങ്ങുമ്പോഴാണ് ആദിയും മിജുവും കൂടി വന്ന് ഇരുവരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുപോയത്. ആരുവിന് തീരെ താല്പര്യമില്ലെങ്കിലും മഹിയെ പേടിച്ച് അവളെ എതിർത്ത് പറയാനൊന്നും പോയില്ല. ആരുവിന്റെ താല്പര്യമില്ലാന്ന് മനസ്സിലാക്കിയ മഹി ആരുവിനെ കൂടുതൽ വരിഞ്ഞു മുറുക്കി ചേർത്ത് പിടിച്ച് അവളുമായി പല പോസിലും ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുത്തു. കിട്ടിയ അവസരം മഹി അവളെ തന്നോട് ചേർത്ത് പിടിച്ചും തൊട്ടും തലോടിയും മുതലാക്കി. ഇതേ സമയം പേരിന് 2 ഫോട്ടോ എടുത്ത് തൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയ ദേവനെ കണ്ട് ശ്രേയക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഒപ്പം പല പോസിലും മെഴുകി ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഷാരോണിനെയും ദേവുവിനെയും മഹിയെയും ആരിവിനെയും ഒക്കെ കണ്ട് ശ്രേയക്ക് ദേഷ്യം ഉച്ചയിലായതും അവൾ ചവിട്ടിത്തുള്ളി ആരൊക്കെയോ ആയി പൊങ്ങച്ചം പറഞ്ഞു നിൽക്കുന്ന മാലതിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ദേവന്റെ അമ്മ ഊർമിള വന്ന് ശ്രേയ അവരുടെ ബന്ധുക്കൾക്ക് പരിചയപ്പെടുത്താൻ കൂട്ടിക്കൊണ്ടുപോയത്. ദേവന്റെ അമ്മയെ പിണക്കുന്നത് നല്ലതല്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രേയ ഉള്ളിലെ ദേഷ്യം മടക്കി നിർത്തി അവരുടെ കൂടെ പോയി.